നമസ്കാരം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമേരിക്കൻ വ്യോമസേന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. എന്നാൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തിൽ ഫോർദോ ഉൾപ്പെടെയുള്ള ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ തകരാറുകൾ സംഭവിച്ചില്ല എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വന്നതിലെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നത് ഇറാന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത്. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചു. ഹെക്സേത്ത് പറയുന്നത് തങ്ങൾ ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെയാണ്. വർഷങ്ങളോളം എടുത്താൽ മാത്രമേ ഇനി ഇറാന് അവയെല്ലാം തന്നെ പുനർനിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ചരിത്രപരമായ ഐതിഹാസികമായൊരു വിജയമാണ് തങ്ങൾ നേടിയത് എന്നും പീറ്റ് ഹെക്സേത്ത് അവകാശപ്പെട്ടിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശമനുസരിച്ച് തങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണത്തിലാണ് ഈ ഇറാൻ്റെ ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർക്കാൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് സാരമായ തകരാറുകൾ സംഭവിച്ചു എന്ന CIA അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA റിപ്പോർട്ടും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. ഇത് തങ്ങളുടെ നീക്കങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ചില നീക്കങ്ങളാണ് എന്നാണ് മാധ്യമങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ നിന്ന് അവരുടെ യുറേനിയം ഉൾപ്പെടെയുള്ള ആണവ സമ്പുഷ്ടീകരണം നിർവഹിക്കുന്ന എല്ലാ വസ്തുക്കളും നേരത്തെ തന്നെ ഇറാൻ നീക്കം ചെയ്തിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് വാഹനങ്ങളുടെ നീണ്ട നിര, അതായത് ട്രക്കുകളുടെ മറ്റും നീണ്ട നിര കഴിഞ്ഞ ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ഈ ആണവ നിലയങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഹെക്സേത്ത് ആകട്ടെ അതെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. ഇതൊരു വ്യാജ വാർത്തയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റും എവിടെയാണ് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഈ ആണവ നിലയങ്ങൾ മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ആ അവശിഷ്ടങ്ങൾക്കിടയിലായിരിക്കാം ഒരുപക്ഷെ അവരുടെ ആണവ സമ്പുഷ്ടീകരണം നടത്താനുള്ള വസ്തുക്കളും മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും എല്ലാം ഇപ്പോഴും കിടക്കുന്നത് എന്നാണ്. അതല്ലാതെ അത് എടുത്ത് മാറ്റാൻ ഒരു കാരണവശാലും ഇറാന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാം തന്നെ നിരീക്ഷണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാരണവശാലും അവിടെ നിന്ന് ഒന്ന് നീക്കം ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ഹെക്സേത്ത് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നുവെന്ന് താൻ പരിശോധിച്ച ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് തകരാറില്ല എന്ന പരാമർശം താൻ കണ്ടിട്ടില്ല എന്നും ഹെക്സേത്ത് പറഞ്ഞു. ഇറാനുമേൽ അമേരിക്കയുടെ വിജയം വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി ഒരു സംഘം മാധ്യമങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്നും ഹെക്സേത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ദൗത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ സൈനിക വിദഗ്ധരെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. സൈന്യത്തിലെ ഏതൊക്കെ പദവിയിലുള്ളവരാണ് ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ ദൗത്യത്തിൽ പങ്കെടുത്തതെന്നും അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നും ഉള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചത്. എന്നാൽ മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും ഹെക്സേത്ത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് മറുപടി പറഞ്ഞത്. ഇത് പല ഘട്ടങ്ങളിലും മാധ്യമപ്രവർത്തകരും ഹെക്സേത്തും തമ്മിലുള്ള വാക്കേറ്റത്തിന് പോലും ഇടയാക്കി. ഏതായാലും അമേരിക്ക ഇപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ തങ്ങൾ പൂർണ്ണമായും തകർത്തു എന്ന്.